ബി.ജെ.പിയുടെ ഇവിടുത്തെ വിജയത്തിൽ CPM ഒരു പങ്കൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട. വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. എനിക്ക് ഇതിൻ്റെ ചാർജ് തന്നതിന് ശേഷം പരമാവധി UDFന് ലഭിക്കാവുന്ന വോട്ടുകൾ ഞങ്ങൾ സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 10 സീറ്റ് ഇത്തവണ 19 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ ബി.ജെ.പിയുടെ ഇവിടുത്തെ വിജയത്തിൽ CPM ഒരു പങ്കൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ വാർഡ് ബേസിൽ തന്നെ പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച പല സീറ്റുകളുമാണ് ഇത്തവണ അവർ തോറ്റുപോയത്. നേരെ മറിച്ച് UDF ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയ ചില സീറ്റുകൾ പോലെ ഇത്തവണ ഞങ്ങൾ ജയിച്ചു. ഉദാഹരണത്തിന് പട്ടം മുട്ടട വാർഡുകളിലൊക്കെ കഴിഞ്ഞ തവണ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഞങ്ങൾ ജയിച്ചു നല്ല മാർജിനോട് കൂടിയിട്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം CPM BJP ആയിട്ട് നടന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. പക്ഷേ അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ UDFന് കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ, കഴിഞ്ഞ തവണ നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അവരുടെ കഴിവാന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് എന്താ, 2016 കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകൾ ആണ് BJPയെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിലേക്ക് വോട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ BJP പരാജയപ്പെട്ടു. അത് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. പിന്നെ തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ BLOമാരൊക്കെ എവിടെ പോയിരുന്നു എന്ന്. BLOമാരിൽ എല്ലാവരും BJPക്കാരാണ്. എത്ര BLOമാരുണ്ടോ BJPയുടെ സംഘടനയിൽപ്പെട്ടവർ? മഹാഭൂരിപക്ഷം CPMകാരായിരുന്നു. ഇതൊക്കെ കൂട്ടുകച്ചവടമാണ്. അത് മറച്ചു വയ്ക്കാൻ പച്ചക്കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് CPM BJP ആയിട്ടുള്ള വോട്ട് കച്ചവടമാണ്. കഴിഞ്ഞ തവണ ലോക്സഭയിൽ BJP നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക്. വട്ടിയൂർക്കാവിൽ അവർക്ക് 8000 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ 5700 വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ. അതുപോലെ തന്നെ നേമത്തും കഴിഞ്ഞ തവണത്തെ 20,000 ലീഡുണ്ടോ തവണ, അതും താഴേക്ക് പോയില്ലേ. അപ്പോൾ എവിടെയാണ് BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്? എവിടെ? കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 51 സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ UDF ഇപ്പോൾ തന്നെ കലഹം തുടങ്ങിയെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട. ഞങ്ങൾ ലീഗുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ അതുപോലെയാണ് CPM CPI ആയിട്ട്. വെള്ളാപ്പള്ളിനെ കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിൻ്റെ വരെ ഡിബേറ്റ് നടക്കുകയല്ലേ. ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട്, ഒരു കുഴപ്പമില്ല. എങ്ങനെ? അതിൻ്റെ മറുപടി വിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വിനോയ് വിശ്വം തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് UDFൽ കെട്ടുറപ്പില്ല. UDFന് ഒരു കുഴപ്പമില്ല. എന്താണ് വിളിക്കാൻ കാരണം? അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും. അത് അങ്ങനത്തെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ടാവണം. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം. ഒരിക്കലും അങ്ങനെ വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല, എത്രയും നല്ല ബന്ധമുണ്ടായിട്ട്? അപ്പോൾ അദ്ദേഹം പറയുന്ന CPMനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു, മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. അതിൽ CPMന് ഉത്തരവാദിത്വം ഉണ്ട് കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദിയെന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ?
അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. ഞങ്ങളധികം മുമ്പേ അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനെ വന്ദിക്കാനുമില്ല, എന്നാൽ നിന്ദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നു. ഈ പോറ്റിയെ കയറ്റിയ പാട്ടിന് പുതിയ വേർഷനുമായിട്ട് പുതിയ വരികൾ ചേർത്ത് BJP രംഗത്ത് വന്നിരുന്നു. അതായത് സോണിയാഗാന്ധിയുടെ ഇറ്റലി ബന്ധം, ഇറ്റലിയിൽ അവർക്ക് പുരാവസ്തു കച്ചവടം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്ക തളം വെക്കേണ്ട നേരം. സോണിയാഗാന്ധിയുടെ വിഷയം വന്ന ശേഷം കോൺഗ്രസ് പഴയതുപോലെ വിഷയത്തിൽ ഇടപെടുന്നു. അതിശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രമല്ല, നാളെയും മറ്റന്നാളുള്ള ഞങ്ങളുടെ ക്യാമ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും. അത് ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ആളെ പോലും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കും. CBI അന്വേഷണമാണ് ആവശ്യം BJP-യുടെ. വന്നോട്ടെ, ഏത് അന്വേഷണം ഞങ്ങൾ സ്വാധീനം. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഇപ്പോൾ, അതായത് ഇന്നലെ വരെ വന്ദേ ഭാരതിൻ്റെ സ്പീഡിൽ പോയിരുന്ന അന്വേഷണം ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് ചോദിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ലീഗ്. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം. ഒരു ലീഗ് എപ്പോഴും ന്യായമായിട്ടുള്ള ഡിമാൻഡുകൾ മാത്രം ഉന്നയിക്കുന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസും ലീഗുമായിട്ട് ഒരു സീറ്റ് തർക്കം ഉണ്ടാവില്ല. 10 എംപിമാര് മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. മത്സരിക്കുമല്ലോ. അല്ല, മത്സരിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം കൊടുക്കും. അദ്ദേഹം പാർട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഈ ഒരു ചർച്ച അനാവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാർ മഹാഭൂരിപക്ഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് MLA അല്ല, പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നത്? എന്തിനാ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ചിട്ട് സത്യം പുറത്തു വരുന്നവരെ ഞങ്ങൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകും. എന്തിനാ ഇങ്ങനെ വെറുതെ 50 ലക്ഷം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയാലും CPM-ന് എന്താ ഒരു കുഴപ്പം? വെറുതെ 50 ലക്ഷം രൂപയൊക്കെ അങ്ങനെയാണെങ്കിൽ അത് വല്ല റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കൊടുത്തുകൂടെ? ഈ 50 ലക്ഷമൊക്കെ കോഴ കൊടുക്കുന്ന നേരം കൊണ്ട് എന്തിനാ ഒരു പാർട്ടി ഇങ്ങനെ അതപ്പതിക്കുന്നതിനാ? ഇപ്പോൾ ഇത്ര ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി, ശരി, ഇത് തർക്കത്തിലുള്ളൊരു ഈക്വലായിട്ടുള്ളൊരു ബ്ലോക്ക് പഞ്ചായത്തല്ലേ? പോയാലെന്താ, കിട്ടിയാലെന്താ? അത് ദൈവഹിതം പോലെ നടക്കില്ല. അങ്ങനെ നറുക്കെടുക്കുന്നത്. നറുക്കെടുപ്പിൽ ആരാ ജയിക്കുന്നതെങ്കിൽ ജയിക്കട്ടെ. അതിന് പകരം 50 ലക്ഷമൊക്കെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? ഇനി ഇവർക്ക് കാശിന് ക്ഷാമമില്ല, 10 വർഷമായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ കാശൊക്കെ ഇങ്ങനെ ചിലവഴിക്കേണ്ട കാര്യമുണ്ടോ? എങ്ങനെ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വർണം കക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം കാണില്ല. അല്ലെങ്കിൽ നറുക്കെടുത്താൽ പോരെ, ബാക്കി ഉണ്ടെങ്കിൽ ജയിക്കില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. അത് നയിച്ചോട്ടെ. അദ്ദേഹം തന്നെ നയിക്കണം എന്നാണ് ഞങ്ങൾക്ക്. അല്ല, ഞങ്ങൾക്ക് ആവശ്യം അദ്ദേഹം തന്നെ നയിക്കുന്നതാണ്. കാരണം പുതിയൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷായിട്ടുള്ള ഒരു മനോഭാവം ജനങ്ങളിലുണ്ടാവും. പിണറായി തന്നെ നയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം കൂടുള്ളൂ. അതെ, കോൺഗ്രസ്സിലെ എല്ലാവരും കൂട്ടായിട്ട് നയിക്കും. ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാൻ ബാക്കി എല്ലാവരും ത്യാഗിയാകേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ബാക്കിയുള്ളവർ അതിൻ്റെ കീഴിലിരിക്കേണ്ടി വരുമല്ലോ. ഞാനിപ്പോൾ മത്സരിക്കണോ എന്നുള്ളത് തന്നെ തീരുമാനിച്ചു. എങ്ങനെ?